ഇന്ന് ഞാനിവിടെ തയ്യാറാക്കിയെടുക്കുന്നത് വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സിമ്പിളായിട്ടൊരു വൈറ്റ് ഫോറസ്റ്റ് കേക്ക് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു കപ്പ് മൈദ ഞാനൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്കിനി 2 പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്കായിട്ട് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതൊരു 3 തവണ നന്നായിട്ട് അരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ 3 തവണ അരിച്ചെടുക്കുക ചെയ്യണമെങ്കിൽ കേക്ക് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു 3 തവണ നല്ലതുപോലെ അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ 3ാമത്തെ തവണയാണ് ഇത് അരിച്ചെടുക്കുന്നത്. അപ്പോൾ നല്ലതുപോലെ അരിച്ച് ഒട്ടും കട്ട കിടക്കാൻ പാടില്ല. അപ്പോൾ ഇനി നമ്മൾ അരിച്ചെടുത്ത ശേഷം നമുക്ക് ഒരു സ്പൂണോ സ്പാച്ചിലോ വെച്ചിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കും കൂടെ വേണം കേട്ടോ. അപ്പോൾ നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്ത ശേഷം നമുക്ക് ഇതൊന്ന് മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 4 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം വലുപ്പത്തിലുള്ള എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ വെള്ളം ഒട്ടും ഉണ്ടാവാൻ പാടില്ല. ബീറ്ററിൻ്റെ ബ്ലേഡിലോ എടുക്കുന്ന പാത്രത്തിലോ വെള്ളം ഉണ്ടെങ്കിൽ എഗ്ഗൊന്നും നന്നായിട്ട് പതഞ്ഞ് വരില്ല. അപ്പോൾ നന്നായിട്ട് തുടച്ച ശേഷമാണ് ഞാനിത് എഗ്ഗ് ഇതിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 മുതൽ 1.5 ടീസ്പൂണോളം വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഫ്ലേവറൊക്കെ കൂടുതലുള്ളതാണെങ്കിൽ വളരെ കുറച്ച് മാത്രം എസൻസ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനൊരു 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ട് 1/2 ടീസ്പൂണ് കോൺഫ്ലവറും കൂടെ ചേർത്ത് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ 3/4 കപ്പ് പഞ്ചസാര പൊടിച്ചെടുക്കുമ്പോൾ 1 കപ്പോളം നമുക്ക് പൊടിച്ച പഞ്ചസാര കിട്ടും കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ പകുതി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പൊങ്ങി വന്ന ശേഷം നമുക്ക് ബാക്കി പൊടിച്ചിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല ഫ്ലഫി ആവുന്നത് വരെ നന്നായിട്ട് ഇതിനെ ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. നന്നായിട്ട് പതിഞ്ഞ് പൊങ്ങി വരണം. കണ്ടോ, ഇതിപ്പോൾ നല്ലതുപോലെ ഒരു റിബൺ കൺസിസ്റ്റൻസിയിലായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്കായിട്ട് ഇനി 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾ കൂടുതൽ സമയത്ത് ബീറ്റ് ചെയ്തെടുക്കരുത്. ഒരു 30 സെക്കൻഡൊക്കെ ബീറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഒരുപാട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ കേക്ക് ബേക്ക് ആവുന്ന സമയത്ത് മുകളിൽ ഇങ്ങനെ എണ്ണ പോലെ പാറിക്കിടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ചേർത്ത് ഞാനൊരു 30 സെക്കൻഡ് മാത്രമേ ഇത് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്കായിട്ട് ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുമിച്ചിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കരുത്. കുറേശ്ശെ ചേർത്തിട്ട് ഒരു 2-3 പ്രാവശ്യമായിട്ട് സാവധാനം ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്ന കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂണ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിൽക്ക് നമ്മൾ ഇളം ചൂടോട് കൂടിയിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പാല് ചേർത്ത് കൊടുക്കുക. വീണ്ടും നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ 1 ടേബിൾ സ്പൂണ് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു 3-4 തവണയായിട്ട് കുറേശ്ശെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടില്ലെങ്കിൽ ആ മൈദയൊക്കെ അവിടെ ഇവിടെ ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കേക്ക് ഉണ്ടാക്കിയെടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടൂല കേട്ടോ. അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കും വേണം. അതുപോലെ തന്നെ ഒരുപാട് ഓവർ ബീറ്റ് ചെയ്തെടുക്കാനും പാടില്ല കേട്ടോ. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് ഇപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 7 ഇഞ്ചിൻ്റെ ഒരു കേക്കിൻ്റെ മോൾഡിലാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. ബട്ടറൊക്കെ തടവി വെച്ചിട്ടുണ്ട്. ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേക്ക് ബാറ്റർ. ഇനി നല്ലതുപോലെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഓവനിലാണെങ്കിൽ 180 ഡിഗ്രിയിലൊരു 30 to 45 മിനിറ്റൊക്കെ വരെ സമയമെടുക്കും. ഓരോ ഓവൻ്റെയും ഹീറ്റിനനുസരിച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സ്റ്റൗ ടോപ്പിലാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരു വലിയൊരു പാത്രത്തിൽ കുറച്ച് മണലിട്ട് നന്നായി ചൂടായി വന്നപ്പോൾ അതിലൊരു റിങ് വെച്ചിട്ട് അതിൻ്റെ മേലെയാണ് ഈ ബേക്കിംഗ് ട്രേ വെച്ച് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഏകദേശം ഒരു 40 മിനിറ്റോളം സമയം എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ടൂപ്പിക്ക് വെച്ചൊന്ന് കുത്തി നോക്കുക. ഒന്നും ഒട്ടി പിടിക്കുന്നില്ലെങ്കിൽ കേക്ക് നന്നായിട്ട് ബേക്കായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നല്ലതുപോലെ ചൂടാറിയ ശേഷം നമുക്ക് ഡിമോൾഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ പാത്രത്തിൽ നിന്ന് പെട്ടെന്ന് ഇളകി വരും കേട്ടോ. അപ്പോൾ അടിഭാഗം ഒന്നും കരിഞ്ഞിട്ടില്ല. കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്.
നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. പിന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ വെക്കുന്ന സമയത്ത് നമ്മൾ ഒരു 15-20 മിനിറ്റോളം നമ്മളത് തുറന്ന് നോക്കാനേ പാടില്ല കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കുകയാണെങ്കിൽ അത് മുകൾ ഭാഗം ഇങ്ങനെ കുഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇപ്പം ഞാനിപ്പോൾ ഇത് 3 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2-3 പീസൊക്കെ ആയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഞാനിത് വിപ്പിംഗ് ക്രീം ഇവിടെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ലേശം ഐസിങ് ഷുഗറും കൂടെ ചേർത്തിട്ടാണ് നന്നായിട്ട് ബീറ്റ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ ഷുഗർ സിറപ്പും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഷുഗർ സിറപ്പ് ഞാനിവിടെ 1/2 കപ്പ് ഷുഗർ എടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തതാണ്. അപ്പോൾ ഇനി നമുക്കിത് ഐസിങ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരു കേക്ക് ബോർഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ലേശം ക്രീം ഏറ്റവും അടിയിലായിട്ടൊന്ന് ലേശം തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം കേട്ടോ. അത് കേക്ക് ഇളകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഏറ്റവും മുകളിലെ ഭാഗം ഉണ്ടല്ലോ, ആ മുകൾ ഭാഗം കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ അത് നമുക്ക് ഏറ്റവും അടിയിലായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് കൊണ്ട് ഇത് നന്നായിട്ട് ഇതിൻ്റെ മുകൾ ഭാഗവും സൈഡൊക്കെ നല്ലതുപോലെ ഒന്ന് നനച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഷുഗർ സിറപ്പിന് പകരമായിട്ട് വേണമെങ്കിൽ പാൽ വെച്ചിട്ട് നനച്ചെടുക്കുക, അതല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രൂട്ട്സിൻ്റെ ജ്യൂസ് വെച്ചിട്ട് നനച്ചു കൊടുക്കുക, അതല്ലെങ്കിൽ നമ്മൾ സ്ട്രോബെറിൻ്റെ ക്രഷിൽ ലേശം വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ നനച്ചു കൊടുക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം നമ്മൾ ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കുമ്പോൾ നല്ലതുപോലെ ആക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ സൈഡിൽ കൂടെ ഒക്കെ നല്ലതുപോലെ ആക്കി കൊടുക്കുക. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ക്രീം ഇതിൻ്റെ മുകളിലായിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ പൈപ്പിംഗ് ബാഗ് ഉണ്ടെങ്കിൽ അതിലാക്കിയിട്ട് ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നും കൂടെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ക്രീം ആക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ സൈഡിക്കും കൂടെ നല്ലതുപോലെ ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഐസിങ് ചെയ്യാൻ ഒന്നും കൂടെ എളുപ്പമായിരിക്കും. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള കോമ്പൗണ്ടാണ്, അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗ്രേറ്റ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ചെറുതായിട്ട് പൊടിച്ചെടുത്താലും മതി. അപ്പോൾ കുറച്ച് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റും കൂടെ നന്നായിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് അടുത്ത ലെയർ വെക്കുക. എന്നിട്ട് നേരത്തെ അതേ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ മുകളിലായിട്ട് നല്ലതുപോലെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ക്രീം ഇട്ട് കൊടുക്കുക. വൈറ്റ് കോമ്പൗണ്ട് ഉണ്ടല്ലോ, അത് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ ചെയ്തെടുത്ത 3 ലെയർ ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 3ാമത്തെ ലെയറും വെച്ചിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ക്രീം നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിതൊരു 10-15 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് വീണ്ടും ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചും കൂടി ക്രീം തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നല്ലതുപോലെ ഷേപ്പ് ആക്കി എടുത്ത ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഡിസൈൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡിസൈനിൻ്റെ മുകളിലായിട്ട് നമുക്ക് വേണമെങ്കിൽ ഓരോ ചെറിയും കൂടി വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ല ഭംഗിയായിരിക്കും. പിന്നെ അടിഭാഗത്തായിട്ട് നമ്മൾ ആ നോസിൽ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ ഇനി ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് ആണ്, അതും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ സൈഡിലായിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് നന്നായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. പിന്നെ മുകൾ ഭാഗത്ത് ഇട്ട് കൊടുക്കണം കേട്ടോ. മുകൾ ഭാഗത്ത് ഇട്ട് കൊടുക്കുമ്പോൾ അത്ര ഒരു ഭംഗി തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് ആ സൈഡിൽ കൂടെ നല്ലതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള വൈറ്റ് കോമ്പൗണ്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ നല്ല ചെറിയതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ കാണാനൊന്നും കൂടെ നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഏറ്റവും മുകളിലായിട്ട് കുറച്ച് ചെറിയും കൂടെ വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ വൈറ്റ് അതിൻ്റെ കൂടെ ആ റെഡ് കളറും കൂടെ വരുമ്പോൾ ഒന്നും കൂടെ കാണാൻ നല്ല ഭംഗിയായിരിക്കും.